നീണ്ട 50 വർഷങ്ങൾക്കിപ്പുറവും തന്റെ ക്ലബിന് സ്വന്തമായൊരു പ്രീമിയർ ലീഗ് കിരീടം പോലുമില്ല. ചെൽസി ക്ലബ് ഉടമ റോമൻ അബ്രാമോവിച്ച് വളരെ വലിയ സങ്കടത്തിലാണ്. ഷെവിച്ചെങ്കോ, റൊണാൾഡീനോ, ഡേവിഡ് ബെക്കം, തിയറി ഹെൻറി, യൂറോപ്പ് വായുന്നിരുന്ന ഒരുപിടി താരങ്ങളുടെ പേര് പറഞ്ഞ് അബ്രാമോവിച്ച് അന്ന് മാനേജറായ മൗറീനക്കരികിലേക്ക് ചെല്ലുന്നുണ്ട്. താങ്കൾക്ക് ഇതിൽ ആരെ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അയാൾ നാളെ ഈ ക്ലബിൽ ഉണ്ടാകും. ഒരു മന്ദഹാസത്തോടെ ഉടൻ മൗറീനോ മറുപടി നൽകി, എനിക്കിതിൽ ആരെയും വേണ്ട, പകരം നിങ്ങൾ ഒരാളെ കൊണ്ടുവരൂ. ഏറെ ആശ്ചര്യത്തോടെ അബ്രാമോവിച്ച് ചോദിച്ചു, ആരാണ് അയാൾ, ഏതു ക്ലബിലാണ് അയാൾ കളിക്കുന്നത്? മിസ്റ്റർ അബ്രാമോവിച്ച് വാചകമണി നിർത്തു, അയാളെ കൊണ്ടുവരൂ. മൗറീനോയുടെ വാക്കുകൾക്ക് പോലും അയാളുടെ മേൽ അത്രമേൽ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഒരു കപ്പ് തരുമോ എന്ന് ചോദിച്ച ചെൽസിക്ക് അയാൾ തിരികെ നൽകിയത് ഒരു കൂമ്പാരത്തോളം കപ്പുകളായിരുന്നു. വരവ് ഗംഭീരമാക്കി തന്റെ ആദ്യ സീസണിൽ തന്നെ അയാൾ പ്രീമിയർ ലീഗ് കിരീടം ചെൽസിക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 4 FA കപ്പും 3 ഫുട്ബോൾ ലീഗ് കപ്പും, 2 കമ്മ്യൂണിറ്റി ഷീൽഡുകളടക്കം ഒരു തവണ യൂറോപ്പിന്റെ തന്നെ രാജാക്കന്മാരായും അയാൾക്ക് കീഴിൽ ചെൽസി മാറി. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഡിഡിയർ ഡ്രോഗ്ബ എന്ന ചെൽസിയുടെ എക്കാലത്തെ മികച്ച വജ്രായുധത്തെ കുറിച്ചു തന്നെയാണ്.